ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഇയറിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാനിങ്ങനെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയപ്പോഴത്തേക്കും കണ്ടതാണ്. നമ്മൾ ഹാൻഡ് വർക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, അതുപോലെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ ഇയറിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റഡും അതിൻ്റെ ഹാങ്ങിങ്ങുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് സ്റ്റഡ് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം ആ ഒരു സ്റ്റോൺ ഒട്ടിക്കണം. ഇങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ചുറ്റിനും കുറച്ചും കൂടി വലിയ സ്റ്റോൺ ചെയിൻ എൻ്റെ കയ്യിലുണ്ടല്ലോ, വൈറ്റ് സ്റ്റോൺ ചെയിൻ. അപ്പം ആ ഒരു സ്റ്റോൺ ചെയിനും കൂടി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡ് റെഡിയാവും. കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സൈസുള്ള സ്റ്റഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഈ 5 മീറ്റേഴ്സിൻ്റെയാണ് ഞാൻ ഈ ഒരു സ്റ്റോൺ ചെയിൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അറൗണ്ട് 150 റുപ്പീസ് എന്തോ ആയിട്ടുണ്ടായിരുന്നു. ചെറിയ സ്റ്റോൺ ചെയിനാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അത് മീറ്ററിന് 30 റുപ്പീസാണ് വരുന്നത്. അപ്പം നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മതിയാവും. കാരണം അതിൽ നിന്ന് തന്നെ നമുക്കൊരു 5-8 ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ താഴത്തെ ഹാങ്ങിങ്ങിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ അതിന് ആദ്യം ബോൾ ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ബോൾ ചെയിന് മീറ്ററിന് 7 റുപ്പീസാണ് ഷോപ്പിൽ വരുന്നത്. ബൾക്കായിട്ട് ഉള്ളവർക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങാം. ഞാനിപ്പം അങ്ങനെ എന്നിട്ട് പുറത്ത് വലിയ കാര്യമായിട്ട് സെയിലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ആവശ്യത്തിനുള്ളത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ മതിയാവും. അത് കഴിഞ്ഞ് വലിയ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ ബീഡ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു താഴത്തെ പോർഷൻ മാത്രം, അതായത് ഒരു ഹാഫ് പോർഷൻ മാത്രം ഞാൻ ഈ കുന്തൻ ബീഡ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിനൊരു നല്ലൊരു ഒരു എലഗൻ ലുക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നി. നമ്മളിപ്പോൾ ഇയറിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. മേ ബി നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് പുതിയ എന്തെങ്കിലും ഐഡിയയിലുള്ള സംഭവമായിരിക്കും ചെയ്ത്. എൻ്റെ ഇതങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ആ ബാക്കി ഹാഫ് പോർഷൻ ബോൾ ചെയിൻ കൂടിക്കൊണ്ട് ഇത് ഇതങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞ് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അതായത് ആ താഴത്തെ OSP ഷീറ്റിൻ്റെ പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ പുറകിലെല്ലാം നമ്മൾ പിൻസ് ഒട്ടിച്ച് കൊടുക്കണം. കാരണം അത് കണക്ട് ചെയ്യണമല്ലോ. അങ്ങനെ പിൻസ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതുപോലെ സ്റ്റഡും ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ എന്നിട്ട് നമ്മൾ റിങ്സ്, ആ ഒരു വട്ടത്തിലുള്ള റിങ് പോലത്തെ സംഭവം കിട്ടില്ല, അതിനാണ് പറയുന്നത് റിങ്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കലാണ് അടുത്ത പണി എന്ന് പറയുന്നത്. ഇത്തവണ ഞാൻ ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈലേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാൻവാസ് ഉണ്ടല്ലോ, നെക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു ക്യാൻവാസ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിന് പകരം വാക്സ് ഷീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇനി ഇത് രണ്ടും കൂടി, അതായത് ഈ സ്റ്റഡ് ഹാങ്ങിങ് കൂടി നമ്മൾ റിങ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.